അറിയാൻ വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാണെന്നുള്ളൊരു അറിവുണ്ട്. അതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. സ്വർഗ്ഗവാസം സ്വർഗ്ഗവാസം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു തിയേറ്ററിൽ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല പോകുന്നു. ചെന്നൈയിൽ നല്ല റെസ്പോൺസാണ്. നമ്മൾ ആ സൈക്ലോണിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ വരുന്നത്. ബട്ട് ഇതുവരെ ടച്ച് വുഡ് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാനിയുടെ ഒരു കരിയറിൽ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിരുന്നില്ലേ? കരിയറിൽ വ്യത്യസ്തമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുപോലൊരു ക്യാരക്ടേഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയപ്പോൾ നല്ലോണം ചെയ്യാൻ പറ്റും. അന്യഭാഷാ ചിത്രങ്ങളാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അങ്ങനെയില്ല, മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഓരോ ദിവസം പുതിയ ആക്ടേഴ്സും ആക്ട്രസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമല്ല, അത് മലയാളം ചെയ്യുന്നില്ല അങ്ങനെ ഒന്നും ഒരിക്കലും അല്ല. മലയാളത്തിൽ നല്ലത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യും. ഉറപ്പായിട്ടും മലയാളത്തിൽ ഒരു അത്യാവശ്യം സിനിമകൾ ചെയ്തുകൊണ്ടാണല്ലോ വേറെ ലാംഗ്വേജിലേക്ക് അവർ വിളിക്കുന്നത്. സോ മലയാളം തന്നെയാണ് എന്നും മുമ്പിൽ. ആക്ഷൻ റോളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. കാരണം എല്ലാ ആക്ടേഴ്സിനും എല്ലാ റോളും ചെയ്യാൻ ആഗ്രഹം. എല്ലാവരും ചെയ്യും. സാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ അക്രോബാറ്റിക് ആയിട്ടുള്ള ഒരു ആ രീതിയിലുള്ള. അതെ, തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു റോളോ അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് വന്നാൽ എന്തായാലും ചെയ്യുന്നതാണ്. നമുക്ക് വന്നാലല്ലേ നമുക്ക് തന്നെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി സിനിമയൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ യെസ്, എല്ലാവരെ പോലെ തന്നെ എനിക്കും ഫീമെയിൽ ഓറിയന്റഡ് അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ടാലന്റിനല്ല ഇമ്പോർട്ടൻസ്. ടാലന്റ് തന്നെയാണ്. അതാ പറഞ്ഞു, മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുതിയ ടാലന്റഡ് ആക്ടേഴ്സും ആക്ട്രസും വരുന്ന ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഉണ്ട് സിനിമകളിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാതെ ഇപ്പം എന്നെ സിനിമ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദെർ ആർ ഗുഡ് ആക്ടേഴ്സ്. അപ്പം എല്ലാവരും അതൊരു നല്ല കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇനി അത് പറയൂ, സാനി പറഞ്ഞു നിന്റെ കാര്യമല്ലേ? പുഷ്പ 2 കാണാൻ പോകുന്നുണ്ടോ? പുഷ്പ 2 കാണാൻ പോകണം. ഞാൻ ആക്ച്വലി രാവിലത്തെ ഷോയ്ക്ക് പോകാൻ 10 o'clock എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി. അപ്പോഴാണ് ഇവിടെ പരിപാടി ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പുഷ്പ 2 പോയി കാണാം. നല്ല കുട്ടിയാണ്. അത് പറയാൻ പക്ഷെ എമ്പുരാനൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയുടെ ഒരു ബുക്ക് മാർക്ക് ആവും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ മലയാള സിനിമയിൽ ഞാൻ സിനിമ ചെയ്തിട്ട് 2 വർഷമായി. സാറ്റർഡേ നൈറ്റ് ആയിരുന്നു എൻ്റെ അവസാനമായിട്ട് വന്ന സിനിമ. അങ്ങനെ ബുക്ക് മാർക്ക് അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന നല്ല റോൾസ് ചെയ്യുന്നു. അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാത്തിനും അതിൻ്റെ കിട്ടാറുണ്ട്. അതല്ലേ എമ്പുരാന് മലയാള സിനിമയുടെ ഒരു ബുക്ക് മാർക്ക് ആവുമോ? അതാണ്. അവർക്കും തോന്നണമല്ലോ നമ്മളതിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അവർ നമുക്ക് കിട്ടേണ്ട റോളാണെങ്കിൽ എന്തായാലും നമ്മളുടെ വഴിയിലേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് തമിഴിൽ എനിക്കറിയില്ല. ഞാൻ 2 years ബാക്കാണ് സ്വർഗ്ഗവാസത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തത്. അന്നത് കേൾക്കുമ്പോൾ അവരെന്നെ വന്നു ലുക്ക് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അവർ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാൻ ആ റോള് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെലക്ട് ആയി. അല്ലാതെ അങ്ങനെ പക്ഷെ ആഗ്രഹമുണ്ട് മലയാളത്തിൽ നമുക്ക് അതുപോലുള്ള നല്ല ക്യാരക്ടേഴ്സും നല്ല കിട്ടുന്നു. പക്ഷേ യെസ്, ഞാനിപ്പോൾ ഐസ് എന്ന് പറഞ്ഞിട്ട് മനു അശോക് സാറിൻ്റെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് റോളാണ് കിട്ടിയത്. ഞാൻ ദേവ് മോഹൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ അത് റിലീസാകുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ക്യാൻവാസിൽ സ്വർഗ്ഗവാസത്തിൽ തോന്നിയായിരുന്നു ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ? ട്രെയിലറും കാര്യങ്ങളും വന്നപ്പോൾ ഉള്ളതിൻ്റെ ഇമ്പാക്റ്റ് നല്ലതായിരുന്നു. ലൈക്ക് ബിക്കോസ് ആൾക്കാർ എനിക്ക് തോന്നുന്നു നാട്ടിൽ തന്നെ ട്രെയിലറിൻ്റെയും ടീസറിൻ്റെയും ഇത് കാരണമാണ് കുറേ പേര് തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പോൾ അത് യെസ്, അവർ ചൂസ് ചെയ്താണ് പ്രൊമോഷൻ ചെയ്യാതിരിക്കുന്നത്. അല്ലാതെ പ്രൊമോഷൻ കിട്ടില്ല എന്നല്ല, അവരുടെ തീരുമാനം.